ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഞായറാഴ്ച കുർബാനയിൽ പങ്കുണ്ടോ? അതെ. കുടുംബ പ്രാർത്ഥന ചൊല്ലിയോ എല്ലാവരും? അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെ നടക്കുന്നു? ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ? അതെ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ടീച്ചർമാരാരും കാണുന്നില്ലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ആ പറയുന്ന പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ കാലത്ത് പഠനം നമുക്ക് അത്യാവശ്യമാണ്. പഠിത്തമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് എണീറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡയറക്ടർ അച്ഛന്മാരെയും ഹെഡ് മാസ്റ്ററെയും സെക്രട്ടറിമാരെയും അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാവരെയും അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും തിരുമനസ്സിനെ യോജിച്ചതായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ മീര? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിച്ചത്? പറഞ്ഞോളൂ. ശരിയാണ്, സന്യാസവ്രതം. എന്തൊക്കെയാണ് സന്യാസവ്രതം? അല്ലൻ പറഞ്ഞേ. സന്യാസവ്രതം ഏതൊക്കെയാണ്? അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. ഈ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾ വഴി സന്യസ്തർ സമൂഹത്തിൽ എങ്ങനെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനിയും സന്യസ്തരുടെ സാമൂഹിക ജീവിതം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. യേശു തൻ്റെ സാമൂഹിക ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഇപ്രകാരം പ്രഘോഷിച്ചു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. യേശു ജീവിച്ചിരുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും ക്രിയാത്മകമായി പ്രതികരിച്ച് ദരിദ്രരെ സുവിശേഷം അറിയിക്കുകയും ബന്ധിതർക്ക് മോചനം നൽകുകയും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുകയാണ് തൻ്റെ ദൗത്യമെന്ന് യേശുവിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. വിശന്നു വലഞ്ഞ 5000-ന് 5 അപ്പം കൊണ്ടു പോറ്റിയും രോഗദുരിതങ്ങളാൽ വലഞ്ഞവർക്ക് സൗഖ്യം നൽകിയും പാപത്താൽ മനമുരുകിയവർക്ക് പാപമോചനം കൊടുത്തും കാനായിലെ കല്യാണ വിരുന്നിൽ അപമാനകരമായ പ്രതിസന്ധി പരിഹരിച്ചും ആർത്തരായ കുടുംബങ്ങളോടൊപ്പം ലാസറിന്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ചും അങ്ങനെ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമായ ദൈവരാജ്യം സാക്ഷാത്കരിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഇത് വ്യക്തമാക്കുന്നതിനായിരുന്നു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. ദൈവരാജ്യ സാക്ഷാത്കാരത്തിനായി ഈശോ തുടങ്ങിവെച്ച കുരിശിന്റെ പാത വിവിധ സഭാ സമൂഹത്തിലെ സന്യസ്തർ വഴി ഇന്നും തുടർന്നു പോകുന്നു. ദൈവഹിതത്തിന് ചേർന്ന ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഈശോ പരസ്യജീവിതം തുടങ്ങിയപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അതിൽ ആദ്യത്തെ സമൂഹ പ്രവർത്തനം എന്തായിരുന്നു എന്ന് പറയാമോ? അതെ, ഗലീലയിലെ കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചു. കല്യാണ വിരുന്നിൽ എന്ത് സംഭവിച്ചു? അവിടെ യേശുവും മാതാവും ക്ഷണിക്കപ്പെട്ടിരുന്നു. ഭക്ഷണത്തിനിടയിൽ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. യഹൂദന്മാരുടെ ഇടയിൽ
വീഞ്ഞു തീരുക എന്നുള്ളത് വലിയൊരു അപമാനകരമായ കാര്യമാണ്. മാതാവ് എണീറ്റിയെന്ന് പുത്രനോട് പറഞ്ഞു, മകനെ അവിടെ വീഞ്ഞു തീർന്നു പോയി, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അപ്പം മകൻ പറഞ്ഞത്, ഈശോ പറഞ്ഞെന്താണ്, എൻ്റെ സമയം ആയിട്ടില്ല. പക്ഷേ മാതാവ് നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈശോ അത് ശുശ്രൂഷകരോട് പറഞ്ഞു, ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞു. വെള്ളം നിറച്ചു, പൊക്കോളം നിറച്ചു. ഈശോ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ വെള്ളം അത്ഭുതകരമായിട്ട് വീഞ്ഞായി. അതാണ് ഈശോയുടെ ആദ്യത്തെ അത്ഭുതകരമായ സമൂഹ പ്രവർത്തനം. ആ വീഞ്ഞ് രുചിച്ച് നോക്കിയവർ എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു. ആദ്യം ഉണ്ടായിരുന്ന വീഞ്ഞിനേക്കാൾ വളരെ സ്വാദേറിയ വീഞ്ഞായിരുന്നു പിന്നെ അവർ രുചിച്ച് നോക്കിയത്. അങ്ങനെ ആ ശിഷ്യന്മാരെല്ലാവരും ഈശോയിൽ ഒന്നുകൂടി വിശ്വാസം ഉറപ്പിച്ചു. ഒരു സമൂഹ ജീവിതത്തിന്റെ ശക്തികേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ആൽവിൻ പറയുമോ? അതെ, പ്രാർത്ഥനാ ജീവിതമാണ് സമൂഹത്തിന്റെ ശക്തികേന്ദ്രം. പ്രാർത്ഥനയിലൂടെ ദൈവത്തോടും സഹോദരങ്ങളോടും രമ്യപ്പെടാനും അങ്ങനെ സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് യാഥാർത്ഥ്യമാക്കാനും സന്യസ്തർക്ക് കഴിയുന്നു. പ്രാർത്ഥനാ ജീവിതം ധ്യാനത്തിലേക്കും ധ്യാനം ദൈവ സാന്നിധ്യത്തിലേക്കും ദൈവജനത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നു. സ്വയം വിശുദ്ധീകരിക്കുന്നതോടൊപ്പം ദൈവജനത്തെ വിശുദ്ധീകരിക്കുക വഴി അനേകരുടെ രക്ഷയും മോചനവും സാധ്യമാകുന്നതിലൂടെ സന്യസ്ത സാമൂഹിക ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കുന്നു. സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റിലെ സന്യസ്തരുടെ ജീവിത രീതി. സന്യസ്തയായ സിസ്റ്റർ ലിസി ചക്കാലക്കർ ഇപ്പോൾ +1 +2 പ്രിൻസിപ്പളാണ്. ആ സന്യസ്ത സിസ്റ്ററാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത്. വീട് വേണ്ടിയവർക്ക് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വീടല്ല, 134 വീടുകളാണ് പാവപ്പെട്ടവർക്കായിട്ട് പണിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭക്ഷണത്തിന് ആവശ്യമായ കിറ്റുകൾ, ഭക്ഷണ കിറ്റുകൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ എല്ലാം ആവശ്യമറിഞ്ഞ് പാവപ്പെട്ടവർക്കായി സംഭാവന ചെയ്യുന്നു. വെള്ളപ്പൊക്ക കാലത്തും വരാപ്പുഴ ദേശത്ത് പോയിട്ട് അവിടെ അവർക്ക് ഒരുപാട് സാധനങ്ങൾ അവർക്ക് സംഭാവന ചെയ്തു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ആഴ്ച അവരുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറി സംഭരിച്ച് ക്വാറന്റൈനിലിരിക്കുന്ന രോഗികൾക്കായിട്ട് സംഭാവന ചെയ്തു. അങ്ങനെ ആ സിസ്റ്റർ വളരെ വിശാലമായ മനസ്സോടുകൂടി ദൈവത്തെ അനുഗമിച്ചുകൊണ്ട് ദൈവിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതുപോലെ നമുക്ക് വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മളെ ആരാണ് കൂടുതൽ സഹായിച്ചത്? വള്ളവും ബോട്ടും ഒക്കെ ആയിട്ട് വന്നതാരാണ്? സഹോദരന്മാര്. ആ സഹോദരന്മാരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അവരുടെ സമൂഹ പ്രവർത്തനമാണ് ഏറ്റവും വലിയ സമൂഹ പ്രവർത്തനം. ഈ പാഠത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്നും നാം എന്തെല്ലാം പഠിച്ചു? സഭയുടെ തുടക്കം, സന്യാസവ്രതങ്ങൾ, സന്യസ്തരുടെ തുടക്കവും വളർച്ചയും, സാമൂഹിക ജീവിതം, ഇവയെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായി പഠിച്ച് ഹൃദയസ്ഥമാക്കുക. ഇനി നമ്മൾക്ക് ഒരു ചെറിയ പ്രവർത്തനം നിങ്ങൾക്ക് തരാം. സന്യസ്തരുടെ സാമൂഹിക ജീവിതത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. എല്ലാവരും എണീറ്റ് നിന്ന് കണ്ണുകളടച്ച് കൈകൂട്ടി പിടിച്ചേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ അനുഗമിച്ച് ദൈവജനത്തെ നയിക്കുന്ന സന്യസ്തരെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. അവരുടെ പ്രവർത്തനങ്ങൾ ദൈവരാജ്യത്തിന് അനുയോജ്യമായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.